അപ്പൊ നമസ്കാരം. ഇപ്പൊ ഒരു വൻ വിവാദമായി കിടക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, വൻ വിവാദമായ സിനിമയല്ല, പിന്നെ വെറുതെ വിവാദമാക്കിയ സിനിമ എന്ന് പറയേണ്ടി വരും. ടർക്കിഷ് തർക്കം. സണ്ണിവയും ലുക്മാനും അഭിനയിച്ച ആ സിനിമ 2 ദിവസം തിയേറ്ററിൽ ഓടി. വലിയ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്നാണ് ചില ആളുകളിൽ നിന്നൊക്കെ നമ്മൾ കണ്ട ആളുകളൊക്കെ ഇങ്ങനെ പോസ്റ്റുകളും കമന്റ്സുകളൊക്കെ പറയുന്നത്. പല റിവ്യൂമാരും റിവ്യൂ ഇട്ടിട്ടുമില്ല. ഏതായാലും ആ പടം ഇന്നലെ നിർമ്മാതാക്കൾ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു. അപ്പൊ അവർ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, മതനിന്ദ അല്ല മതസ്പർദ്ധ നടത്തി എന്നുള്ള ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിൽ, അതുകൊണ്ട് ഞങ്ങൾ പടം പിൻവലിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പോ പടം പിൻവലിക്കുന്നു എന്നുള്ള പത്രസമ്മേളനം കഴിയുന്നതിന് VT ബലറാം വീട്ടിലുള്ള ഒരു വലിയ ദീർഘമായ ഒരു FB പോസ്റ്റ് ഇട്ടിട്ട്, ഏത് കോണിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഭീഷണി ഉണ്ടായത്? ഏത് ഭാഗത്തു നിന്നാണ് ഭീഷണി ഉണ്ടായത്? സമൂഹത്തിന്റെ ഭാഗത്ത്, സോഷ്യൽ മീഡിയയിൽ നിന്നോ, അല്ലെങ്കിൽ പ്രത്യേക കൂട്ടരോ, അല്ലെങ്കിൽ ഏതോ മതവിഭാഗങ്ങളോ, അല്ലെങ്കിൽ സംഘടനകളോ, സമുദായങ്ങളോ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനോ, അങ്ങനെ ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ഭീഷണി വന്നത്? അപ്പൊ അത്തരം ഭീഷണിയൊന്നും കേൾക്കാത്തത് കൊണ്ട് എന്തൊരു പ്ലാനിങ് ആയിട്ട് നിങ്ങൾ പടം പിൻവലിച്ചതാണ്, സമൂഹത്തിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് പിൻവലിച്ചതാണ് എന്നുള്ളൊരു FB പോസ്റ്റ് ഉണ്ടായി. ഏതായാലും അപ്പോൾ തന്നെ പ്രതികരണവുമായി ലുക്മാൻ വന്നിട്ടുണ്ട്. ലുക്മാൻ പറഞ്ഞു, എനിക്ക് യാതൊരുവിധ ഭീഷണിയുമില്ല, പടത്തിനും അങ്ങനത്തെ ഒരു ഭീഷണി ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഈ പടം പിൻവലിച്ചതായിട്ടും മാധ്യമ വാർത്തകളിൽ നിന്നും മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ആ സിനിമയുടെ പ്രധാന നടനാട്ടോ പറയുന്നത്. പ്രധാന നടന്മാരിൽ ഒരാളായ സണ്ണി വെയ്ൻ അന്നപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ഈ പടവുമായിട്ട് ഭീഷണി ഉള്ളതായിട്ടോ എനിക്ക് ഭീഷണി ഉണ്ടായിട്ടോ ഒന്നുമില്ല, ഈ പടം പിൻവലിച്ചത് ഈ പത്രസമ്മേളനങ്ങളിൽ മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ മതനിന്ദ ആരോപിച്ച് അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പടം പിൻവലിക്കുക എന്ന് പറഞ്ഞ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആ നടിയുടെ അഭിപ്രായം ഒന്ന് കേട്ടു. തർക്കം സിനിമാ വിവാദത്തിൽ നിർമ്മാതാവിനെയും സംവിധായകനെയും തള്ളി നായിക ആമിന നിജം. സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും നിർദ്ദേശപ്രകാരമാണ് വാർത്താ സമ്മേളനത്തിൽ വന്നത്. തനിക്കെതിരെ ഭീഷണി ഉണ്ടായിട്ടില്ല, സിനിമയ്ക്ക് ഭീഷണിയുള്ളതായും തനിക്ക് അറിയില്ല. വിവാദങ്ങളെക്കുറിച്ച് സംവിധായകനോ നിർമ്മാതാവിനോ വ്യക്തത നൽകിയിട്ടില്ല എന്നും ആമിന മീഡിയ വണിനോട് പറഞ്ഞു. ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണവും ആ ഒരു പ്രസ് മീറ്റിൽ എന്തുകൊണ്ടാണ് പോയത്? എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ പടം നല്ല രീതിയിലാണ് ഓടിക്കൊണ്ടിരുന്നത്, നല്ല റിവ്യൂസ് ആണ് കേട്ടുകൊണ്ടിരുന്നത്. ആകെ ഒരു തൃപ്പൂണിത്തറ നമ്മളൊരു തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഒരാൾ കുറച്ച് ഒരു ഇതായിട്ട് സംസാരിച്ചു. അപ്പോൾ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു, ഭയങ്കര ഷോക്കിംഗ്. അപ്പോൾ അതെനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ പുള്ളി പോയി കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അവന് കൂളായിക്കോ, കുഴപ്പമില്ല, അത് ചിലപ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിലല്ലായിരിക്കും അത് പടം എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസമാണ് ഞാൻ മൊത്തം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഫുൾ ന്യൂസ് ഇങ്ങനെ മതത്തിനെ വ്രണപ്പെടുത്തി പിൻവലിച്ചു, ടർക്കിഷ് തർക്കം എന്നൊക്കെ. അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ വിളിച്ച് പറയുന്നത്, ദാറ്റ് നമ്മുടെ പടത്തിന് ഇങ്ങനെ, നമ്മുടെ പടത്തിലും അങ്ങനെ ഒരു കണ്ടന്റും ഇല്ല, എന്നാൽ പോലും ഇങ്ങനെ ഡീഗ്രഡേഷൻ പടം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നുണ്ട്, അത് നമ്മുടെ പടത്തിനെ ബാധിക്കും, നമ്മളൊരു പ്രസ് മീറ്റ് നടത്തണം, എന്നിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഇതിൻ്റെ കാര്യം. ആമിനയ്ക്ക് ഒരു തരത്തിലുള്ള അറിവും ഉണ്ടായില്ല, ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായതായി ആമിനയ്ക്ക് യാതൊരു തരത്തിലുള്ള അറിവോ ആമിനയ്ക്കൊരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല? എനിക്കൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെ ആ തിയേറ്റർ വിസിറ്റിൽ ഉണ്ടായ ആ ഒരു സംഭവം മാത്രം, അത് ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു. എല്ലാവർക്കും പടം ഇഷ്ടമാവുകയാണ് ചെയ്തത്. ഒരാൾ ഇങ്ങനെ ഇതായതിപ്പോൾ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ തലയിൽ പോയത്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഓക്കെ, 1-2 ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക, അതായിരിക്കും ഒരു മെജോറിറ്റിയിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല. പിന്നെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, സോ നമ്മുടെ പടം എന്നുള്ള രീതി നമ്മളത് ക്ലാരിഫൈ ചെയ്യണം, നമ്മുടെ പടത്തിൽ അങ്ങനെ ഒരു കണ്ടന്റും ഇല്ല എന്നുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും പ്രൊഡ്യൂസറിനെയും അതുപോലെ സംവിധായകനെയും വിശ്വസിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രസമ്മേളനത്തിലടക്കം വന്നിരുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇപ്പോൾ പത്രസമ്മേളനത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ കൂടിയും ഇന്നലെ അതിലിരുന്നപ്പോൾ അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് ആകെ അറിയുന്നത്, അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഞാനിതിലൊരു അഭിനേതാവ് മാത്രമാണ്, ഒരു ആക്ടർ മാത്രമാണ്. ഇതിൽ കൂടുതൽ അവരെൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളല്ലാതെ
ഉള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ പടത്തിന് ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും ന്യൂസിൽ ഞാനത് കാണുമ്പോഴും ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് എന്താണ് പിൻവലിച്ചത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും ഞാൻ ആ ഒരു കൺസേണിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രസ് മീറ്റിൽ ഞാൻ ഇരുന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ എന്താണ് സത്യം, എന്താണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത് നമ്മൾ മതത്തിന് യൂസ് ചെയ്ത് എന്തോ ഒരു മോശമായിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്തു അങ്ങനത്തെ ഭീഷണിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പടം പിൻവലിക്കുന്ന മതസ്പർദ്ധ നടത്തുന്ന ഭീഷണി ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് ആ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എനിക്ക് നേരിട്ട് ഭീഷണിയോ കാര്യങ്ങളോ ഇല്ല, എന്താണ് കാരണമെന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നാ. അപ്പൊ VT ബൽറാം പറഞ്ഞ കാര്യം സത്യമാണ്. ഒരു കോണിൽ നിന്നും ഇവർക്കൊരു അത്തരത്തിലൊരു ഭീഷണി വന്നതായിട്ട് ഒരു തെളിവുമില്ല. ഒരു സമുദായ സംഘടനകളോ സോഷ്യൽ മീഡിയ ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു മതവിഭാഗമോ ഈ പടത്തിനെതിരെ അത്തരം ഒരു മതസ്പർദ്ധ വളർത്തുന്നുണ്ട്, പടം പിൻവലിക്കണം എന്ന് പറയുന്ന ഒരു ആരോപണമോ ഒരു എന്താ പറയാ ഒരു പത്രക്കുറിപ്പോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവർ സ്വയം അങ്ങ് തീരുമാനിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാക്കി പടം പിൻവലിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പടം വിവാദമായ പടം മതസ്പർദ്ധ ഉണ്ടാക്കുന്നു, ഭീഷണിയെ തുടർന്ന് പിൻവലിക്കേണ്ട പടം പിന്നീട് ഇറക്കുന്നു എന്നുള്ള വലിയൊരു പ്രമോഷന്റെ ഭാഗമായിട്ട് ഇവരങ്ങ് കാട്ടിക്കൂട്ടിയ ഒരു എന്താ പറയാ ഒരു പൊറാട്ട നാടകമായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത് വളരെ വലിയൊരു എന്താ പറയാ അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ട് എന്ന അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പടം പിൻവലിക്കുകയും അത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അവർക്കൊരു കേസെടുക്കണം. സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ പടത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരു കഥയാണ്. അപ്പം മതസ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ട്, ഭീഷണി ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ ചിന്താധാര അല്ലെങ്കിൽ മനുഷ്യന്മാര് സിനിമയിൽ ഒരു മതവിഭാഗത്തെ പ്രത്യേകിച്ച് എടുത്തു കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലൊരു മതസ്പർദ്ധ ഉണ്ടാക്കിയത് ഈ ടർക്കിഷ് തർക്കം എന്ന ഈ സിനിമയിലെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ഒരു തരത്തിലും ഒരു സണ്ണി വെയിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും വന്നിട്ടില്ല. ലുക്മാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പടത്തിൽ അഭിനയിച്ചതോ അതിന്റെ ഭാഗമായ ആളുകൾക്കോ ഈ പ്രശ്നമില്ല. പിന്നെ സംവിധായകനും നിർമ്മാതാവിനും എവിടുന്നാണ് ഈ ഭീഷണി വന്നത് അത് പൊതുസമൂഹത്തോട് അവർ പറയണേ. പൊതുസമൂഹത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതല്ല പൊതുസമൂഹത്തോട് ആ ഭീഷണിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ നിയമ സംവിധാനത്തോടും ഭരണകൂടത്തോടും ഇവർ പറയാൻ ബാധ്യസ്ഥരല്ലേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട്, ആ ഭീഷണി വെച്ചു നോക്കി. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ തന്നെ ഒരു കലാപരമായ സൃഷ്ടിയുടെ മേലിൽ അത്തരമൊരു ഭീഷണി ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടണ്ടേ. ആരെയാണ് ഭയക്കുന്നത്? അപ്പൊ ഭയപ്പാടോ ഒന്നും അല്ല, ഇതേപോലെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു എന്താ പറയാ പടത്തെ പിന്നീട് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിനെയും നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ടർക്കിഷ് തർക്കം ഒരു ടർക്കിഷ് ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലുക്മാനും സണ്ണി വെയിനും ഏതായാലും പടത്തിൽ അഭിനയിച്ചു, പടം കൈപ്പറ്റി ഒക്കെ ചെയ്ത് അവർക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല. ഏതായാലും പടം 2 ദിവസം ഓടിയതും ആരും ഇല്ലായിരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം. എന്തോ 2-3 ദിവസങ്ങളല്ലേ ഒരാഴ്ചകളൊന്നും തിയേറ്ററിൽ ആൾ കയറാത്തത് പിന്നീട് ഇടിച്ചു കയറിയ സംഭവങ്ങൾ കണ്ടിട്ട് OTT-യിൽ വൻ ഹിറ്റായ പടങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികത അതിന്റെ വഴിക്ക് പോട്ടെ. ഏതായാലും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി OTT-യിൽ വലിയൊരു റേറ്റിംഗോട് കൂടി ഇറക്കാനാണോ അവർ ഉദ്ദേശിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. ഏതായാലും ടർക്കിഷ് തർക്കം ടർക്കിഷ് ദുരന്തമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.